എൻസൈക്ലോമിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടുകൂടി വിതരണം ചെയ്യുന്ന 16 ക്ഷേമനിധി ബോർഡ് പെൻഷനുകളിൽ ലഭിക്കുന്ന 62 ലക്ഷത്തോളം ഗുണഭോക്താക്കൾ ഫോൺ നമ്പറിലേക്ക് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സന്ദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടുകളിൽ പെൻഷൻ സ്വീകരിക്കുന്നവർക്ക് മാത്രമല്ല, സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ തുക എത്തുന്നവർക്കും മുഖ്യമന്ത്രിയുടെ സന്ദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന 62 ലക്ഷത്തോളം വരുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ധനകാര്യ വകുപ്പ് മന്ത്രി ഇത്തവണ നേരത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏകദേശം 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2000 രൂപ വീതമാണ് ഫെബ്രുവരി മാസത്തിലെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുന്നത്. ഈ മാസം 25-ാം തീയതി മുതൽ, അതായത് അടുത്ത ബുധനാഴ്ച മുതൽ ഫെബ്രുവരി പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് ധനകാര്യ വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. 26 ലക്ഷത്തോളം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ബുധനാഴ്ച ആദ്യം തുക എത്തി തുടങ്ങുന്നത്. വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം വ്യാഴം വെള്ളി ദിവസങ്ങളിലൊക്കെ ആയിരിക്കും സജീവമാകുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര വിഹിതം ലഭിക്കുന്ന 8 ലക്ഷത്തോളം പേർക്കുള്ള തുകയും മുൻകൂറായിട്ട് സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്നുള്ള 24 കോടി രൂപ വൈകുന്ന സാഹചര്യത്തിലാണ് പെൻഷൻ മുടങ്ങാതിരിക്കാൻ സംസ്ഥാന സർക്കാർ ഈ തുക കൂടി ലഭ്യമാക്കിയിരിക്കുന്നത്. PFMS സംവിധാനത്തിലെ കാലതാമസം ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ഈ ഒരു കേന്ദ്ര വിഹിതം ലഭിക്കുന്ന 8 ലക്ഷത്തോളം പേർക്ക് ആദ്യഘട്ടത്തിൽ 200, 300, 500 എന്നീ തുകകൾ കുറഞ്ഞായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത്. പിന്നീട് നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം ഈ തുക അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. ഇത്തരത്തിൽ പെൻഷൻ വിതരണ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ സംസ്ഥാനത്ത് 62 ലക്ഷത്തോളം ഗുണഭോക്താക്കളുടെ ഫോണുകളിലേക്ക് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള മുഖ്യമന്ത്രിയുടെ അറിയിപ്പുകളും കഴിഞ്ഞ ദിവസം മുതൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. അതായത് സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കളുടെ ഫോൺ നമ്പറിലേക്ക് UDF സർക്കാരിന്റെയും LDF സർക്കാരിന്റെയും പെൻഷൻ തുക താരതമ്യം ചെയ്ത് മുഖ്യമന്ത്രിയുടെ പേരിൽ സന്ദേശം എത്തി തുടങ്ങിയിട്ടുണ്ട്. 2000 രൂപ പ്രതിമാസ പെൻഷൻ വിതരണത്തിനായിട്ട് 1050 കോടി രൂപ അനുവദിച്ചതായിട്ടുള്ള ചൊവ്വാഴ്ചത്തെ ധനകാര്യമന്ത്രിയുടെ അറിയിപ്പിന് പിന്നാലെയാണ് ഈ ഒരു വാട്സപ്പ് സന്ദേശം എത്തി തുടങ്ങിയിരിക്കുന്നത്. പെൻഷൻ വാങ്ങുന്ന ഓരോ ഗുണഭോക്താവിന്റെ പേര് രേഖപ്പെടുത്തി അഭിസംബോധന ചെയ്താണ് മുഖ്യമന്ത്രിയുടെ സന്ദേശം ആരംഭിച്ചിരിക്കുന്നത്. ഈ മാസം 25-ാം തീയതി മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങുമെന്നും 2016 600 രൂപ മാത്രമായിരുന്ന പെൻഷനാണ് ഇന്ന് ഒരു കുടിശ്ശികയും ഇല്ലാതെ വിതരണം ചെയ്യുന്നതെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഈ കരുതൽ ഇനിയും തുടരുമെന്ന് ഉറപ്പായതോടുകൂടിയാണ് ഈ സന്ദേശം അവസാനിക്കുന്നത്. സംസ്ഥാനത്തെ ഭൂരിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ ഒരു സന്ദേശം ഇപ്പോൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരം സന്ദേശങ്ങൾ എത്തുന്നത്. ഏതായാലും ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം 25 മുതൽ തന്നെ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ സന്ദേശവും എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസങ്ങളിലേക്ക് പെൻഷൻ വിതരണ തീയതി പ്രഖ്യാപിച്ചിട്ടും ആ ഒരു തീയതിയിൽ വിതരണം ഉണ്ടായില്ല. 1-2 ദിവസങ്ങളിലൊക്കെ ശേഷമാണ് തുക എത്തി തുടങ്ങിയത്. എന്നാൽ ഇത്തവണ മുഖ്യമന്ത്രിയുടെ സന്ദേശം കൂടി എത്തിയതോടുകൂടി ഫെബ്രുവരി 25-ാം തീയതിയിൽ തന്നെ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നുള്ള ആശ്വാസകരമായിട്ടുള്ള വാർത്തകളാണ് എത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.